കാർഷിക വാർത്തകൾ. കേരളത്തിൽ ഇറച്ചി വ്യാപാരം കടുത്ത പ്രതിസന്ധിയിലേക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കാലികളെ എത്തിക്കുന്നതിൽ നേരിടുന്ന തടസ്സങ്ങൾ കാരണം നിരവധി ഇറച്ചിക്കടകൾ പ്രവർത്തനം നിർത്തിയതായി മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ. കേരളത്തിന്റെ ഇറച്ചി ആവശ്യത്തിന്റെ വലിയൊരു പങ്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കാലികളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ കാലികളെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ അനധികൃതമായി ജപ്തി ചെയ്യപ്പെടുന്നതും ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കപ്പെടുന്നതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ ആരോപിക്കുന്നു. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ ഇത്തരം സംഭവങ്ങൾ അടുത്ത കാലത്ത് വർദ്ധിച്ചതായും സംഘടന പറയുന്നു. കാലികളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ ആരോഗ്യ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നാലെ നിയമപരമായ ആശയക്കുഴപ്പവും ജപ്തി നടപടികളും കൂടിയെന്നാണ് ആരോപണം. ചില മാഫിയ സംഘങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാലികൾക്ക് മാത്രമാണ് തടസ്സങ്ങളില്ലാതെ ഗതാഗതം സാധ്യമാകുന്നതെന്നും പ്രശ്നങ്ങൾ ഒഴിവാക്കാനെന്ന പേരിൽ വൻതുക പിരിവ് നടക്കുന്നതായും സംഘടന ആരോപിക്കുന്നു. ഇതിനിടെ വില കുറഞ്ഞതും ഗുണനിലവാരത്തിൽ സംശയമുള്ളതുമായ സുനാമി ഇറച്ചി വ്യാപകമായി വിപണിയിലെത്തുന്നുണ്ടെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും അതേസമയം ഇറച്ചിക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വ്യാപാര മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണെന്നും സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. സംസ്ഥാനത്ത് ഇറച്ചി ലഭ്യതയെയും വിലയെയും ഈ പ്രതിസന്ധി ബാധിക്കുമോ എന്ന ആശങ്കയും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉപഭോക്താക്കളെ കുഴക്കുന്ന ഭക്ഷ്യ പാക്കറ്റ് വലുപ്പങ്ങൾക്ക് നിയന്ത്രണം വരുന്നു. ഏകീകൃത പാക്ക് സൈസുകൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഭക്ഷ്യ എണ്ണ പാക്കുകളുടെ വലുപ്പം മാനദണ്ഡമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ട്. നിലവിൽ വിപണിയിൽ 850, 875, 900, 950 മില്ലി ഉൾപ്പെടെ വിവിധ വലുപ്പങ്ങളിലുള്ള പാക്കുകൾ ലഭ്യമാണ്. ഇതുമൂലം ഉപഭോക്താക്കൾക്ക് വിവിധ ബ്രാൻഡുകളുടെ യഥാർത്ഥ വില താരതമ്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാകുന്നുവെന്നാണ് വിലയിരുത്തൽ. സ്റ്റാൻഡേർഡ് പാക്ക് വലുപ്പങ്ങൾ നടപ്പിലായാൽ വില നിർണയത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും ഉപഭോക്താക്കൾക്ക് വിവരാധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുമെന്ന് വ്യവസായ മേഖല പറയുന്നു. കൂടാതെ പാക്കേജിംഗ് ലളിതമാക്കുന്നതിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും ഉൽപാദന വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ നിർദ്ദിഷ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.